കുറേ കുട്ടികൾ, പിന്നെ ഉപ്പൻ്റെ കുട്ടികൾ, ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഉപ്പൻ്റെ വിയോഗത്തിൽ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന മക്കൾ നമുക്കുണ്ട്. അപ്പോൾ അതിലൊരു മോള് ഇപ്രാവശ്യം 4ലേക്കാണ്, വയസ്സ് കഴിഞ്ഞ് 9 വയസ്സാണ്. ഇവളിടയ്ക്ക് എന്തെങ്കിലും ഒരു സംഗതി വരുമ്പോൾ ഈ ഉമ്മനോട് പറയുന്നത് എനിക്ക് ഉപ്പച്ചിൻ്റെ അടുത്ത് പോകണം, ഉമ്മച്ചിയും വരണം, നമുക്ക് രണ്ടാൾക്ക് ഉപ്പൻ്റെ അപ്പുറം ഇപ്പുറം കിടന്നിട്ട് സംസാരിക്കാണ്ട് ഉപ്പച്ചിനോട്. ഈ ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്താണ് ഇവർക്ക് ഈ ഒരു വല്ലാത്തൊരു പ്രയാസങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ഉമ്മ ചീത്ത പറയുക, അല്ലെങ്കിൽ ഏട്ടൻ 3 മക്കളാണ് അവിടെ. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഈ കുട്ടി പറയുമ്പോൾ, ഇപ്പോൾ കുട്ടി കഴിഞ്ഞ ആഴ്ച മുതൽ പറയുന്നത് ഞാൻ ഒറ്റക്കാണ് പോകുന്നത് ഉപ്പച്ചിൻ്റെ അടുത്ത്, ഉമ്മച്ചി പോന്നാൽ കാക്കക്കും താത്തക്കും ആരും ഉണ്ടാവില്ല, എനിക്ക് എന്തായാലും പോകണം. അങ്ങനത്തെ ഒരു മോള് അടക്കമുള്ള ഒരുപാട് ആളുകൾ അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് നമുക്കൊരു മോട്ടിവേഷനായിട്ടോ അതെ മാനസികമായിട്ട് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് അവരൊന്ന് ക്ലിയർ ആക്കി എടുക്കേണ്ട ഒരു വിഷയം നമ്മുടെ മുമ്പിലുണ്ട്. അതിനും സാമ്പത്തിക ചിലവുണ്ട്. രണ്ടാമത്തെ, നമ്മുടെ 45 ഫാമിലിയിൽ ഏകദേശം 28-30 അടുത്തുള്ള ഫാമിലിക്ക് വീടില്ല. അപ്പോൾ അവരെ കുറച്ച് ആളുകളെങ്കിലും ഒരു വീട് കൊടുത്തിട്ട് ഒരു താമസയോഗ്യമുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ള ഈ 2 കാഴ്ചപ്പാടുകളാണ് ഇപ്പോൾ നമുക്ക് മുന്നോട്ടിനി വിഷനായിട്ടൊക്കെ നമ്മൾ വെക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആളുകളെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. നമ്മൾ ഇതൊരാളോട് സംസാരിച്ച ഉടനെ തന്നെ സ്ഥലം കൊടുത്താൽ ഒരു വീട് ഉണ്ടാക്കി തരാമെന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. സ്ഥലങ്ങൾ തരി, ഒരു വീട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആളുകൾ മുന്നോട്ട് വരുന്നുള്ള പ്രതീക്ഷയിൽ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്.